ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനിലേക്ക് രണ്ടാമതും അമേരിക്ക കനത്ത വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. പെട്രോ കെമിക്കൽ കേന്ദ്രങ്ങൾ, തന്ത്രപ്രധാനമായ ഊർജ കേന്ദ്രങ്ങൾ, ചില നഗരങ്ങൾ തുടങ്ങിയവയൊക്കെ നിന്നു കത്തുകയാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അതായത് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കം, യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള ലോകത്തിൻ്റെ മുറവിളി, ഇതിനൊക്കെ ഒരു വിലയും കൊടുക്കാത്ത രീതിയിൽ ട്രംപ് യുദ്ധം കടുപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ട്രംപ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഒരു രൂപവുമില്ലാത്ത അവസ്ഥയാണ്. അതിനിടയിൽ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ട്രംപ് രണ്ട് നിർണായകമായ പച്ച നുണകൾ അടിച്ചു വിട്ടിരിക്കുന്നു. ഒന്ന്, വളരെ ഗർവോടുകൂടി ട്രംപ് പറയുന്നത് താൻ എല്ലാ ദിവസവും മില്യൺ കണക്കിന് എണ്ണ ഇറാനിൽ നിന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നാണ്. രണ്ട്, ട്രംപ് പറയുന്നു ഹോർമുസ് കടലിടുക്ക് വഴി കപ്പലുകൾ വീണ്ടും യാത്ര ആരംഭിച്ചിരിക്കുന്നു എന്ന്. നോക്കാം നമുക്ക് ട്രംപ് പറഞ്ഞ അവകാശവാദങ്ങൾ അത് എന്തൊക്കെയാണ് എന്ന്. But we've been taking out millions of barrels of oil, millions of barrels. Every night we took out oil. But now I'm going to tell you because they just figured it out. So now that they figured it out, I can tell you. It was very hard for me. I wanted to say it so badly, but I didn't want to ruin it. But it was very hard. But millions of barrels of oil has come out. എൻ്റെ പൊന്ന് ട്രംപ് മച്ചമ്പി, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കൂടെ കിടന്ന് തള്ളുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ല. ട്രംപ് പറയുകയാണ് എല്ലാ ദിവസവും വൈകിട്ട് ഇറാനിൽ പോയിട്ട് മില്യൺ കണക്കിന് എണ്ണ താൻ അടിച്ചുകൊണ്ട് പോരും, അതായത് കട്ടുകൊണ്ട് പോരുമെന്ന്. ഇതെങ്ങനെയാണ് പ്രാവർത്തികമാവുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ട്രംപ് പറയുന്നത് ഇറാൻ എൻ്റെ അധീനതയിലാണ്, അതുകൊണ്ട് തന്നെ അവിടെയുള്ള സ്വത്തുക്കളും ആസ്തിയും അവിടുത്തെ എണ്ണശേഖരവും ഒക്കെ എനിക്ക് സ്വന്തമാണ്. അത് തെളിയിക്കുന്ന വിധത്തിൽ എല്ലാ ദിവസവും ഞങ്ങൾ അവിടെ പോയി എണ്ണ എടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. പക്ഷെ അതെങ്ങനെ സാധ്യമാകും? അമേരിക്കയുടെ ഒരൊറ്റ പടക്കപ്പൽ പോലും ഹോർമുസ് കടലിടുക്കിൻ്റെയോ ഇറാൻ്റെ തീരങ്ങളുടെയോ 7 അയലത്തില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒമാൻ ഉൾക്കടലിൽ നിന്ന് പോലും അമേരിക്കൻ കപ്പലുകളെ ഓടിച്ചു വിടുകയായിരുന്നു ഇറാൻ്റെ സൈന്യം ചെയ്തത്. അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിൽ വെറുതെ ഒന്ന് റോന്തു ചുറ്റാൻ വേണ്ടി പോയതാണ് നമ്മുടെ അപ്പാച്ച ഹെലികോപ്റ്റർ. ആ ഹെലികോപ്റ്റർ അതേപോലെ തകർത്ത് തരിപ്പണമാക്കി വിടുകയാണ് ഇറാൻ ചെയ്തത്. അതേ തുടർന്നാണ് ഇപ്പോൾ ഇറാനോടുള്ള പക വീട്ടാൻ വേണ്ടി ട്രംപ് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ അമേരിക്കൻ പടക്കപ്പലുകളൊന്നും ഇറാൻ്റെ തീരങ്ങളുടെ 7 അയലത്തില്ല. അതുപോലെ തന്നെ അമേരിക്കയുടെ ഏതെങ്കിലും വിമാനങ്ങളോ ചോപ്പറുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക സാന്നിധ്യമോ ഇറാൻ്റെ ഒരു ഭാഗത്തും ഇല്ല എന്നുള്ളത് നമ്മൾ നേരത്തെ മുതൽ തന്നെ കാണുന്ന കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് ട്രംപ് ഇതുപോലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതേപോലെ തന്നെ രണ്ടാം ദിവസം ഇറാന് നേരെ വലിയ ആക്രമണങ്ങൾ നടത്തിയതിനു ശേഷം അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞത് ഹോർമുസ് കടലിടുക്ക് വഴി ഇപ്പോൾ കപ്പലുകൾ പോയി തുടങ്ങിയിരിക്കുന്നു. ആ കപ്പലുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടാം ദിവസം ഇറാൻ്റെ തീര മേഖലകളിലേക്ക് ആക്രമണം നടത്തിയത് എന്ന്. പക്ഷേ ഇൻ്റർനാഷണൽ മാരിടൈം ഏജൻസി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അല്ലെങ്കിൽ വിവരങ്ങൾ പ്രകാരം അങ്ങനെ ഒരു ഒറ്റ കപ്പൽ പോലും അതിലെ പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഇറാൻ തന്നെ റഡാറുകളുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് പറഞ്ഞു ഒരൊറ്റ കപ്പലുകളും ഇതിൽ കാണുന്നില്ലല്ലോ, ഹോർമുസ് വഴി ഒരു കപ്പലുകളും പോയിട്ടില്ല, ഇനിയൊട്ട് പോകാൻ അനുവദിക്കുകയുമില്ല. ഇനി ഏതെങ്കിലും കപ്പലുകൾ ഇത്രയും കാലം ഇറാൻ്റെ അനുമതി വാങ്ങിയിട്ട് പോയിരുന്നുവെങ്കിൽ അതും ഇനി നടക്കില്ല എന്ന് വ്യക്തമായി ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് ട്രംപിൻ്റെ അമിതമായ ആത്മവിശ്വാസം, ഇത്തരം തള്ളുകൾ, പുളുവടികൾ, വീരവാദങ്ങളൊക്കെ ലോകത്തിന് മുഴുവൻ നാശമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നോക്കുക, ഒരു വശത്ത് ട്രംപ് പറയുന്നു എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിർണായകമായ ചർച്ചകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ മധ്യസ്ഥ രാജ്യങ്ങൾ ഈജിപ്റ്റ്, ഖത്തർ, കുവൈറ്റ്, സൗദി അടക്കമുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി തീവ്രമായ ശ്രമങ്ങൾ നടക്കുകയാണ്. പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രി ഇറാനിൽ നേരിട്ട് പോയിട്ട് അവിടെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ ഒരു വശത്ത് ട്രംപ് പറയുന്നു ഞാനിതൊക്കെ കേൾക്കുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാം, നമുക്ക് സമാധാന കരാറിൽ ഒപ്പിടാം, ഇറാൻ ഞങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ അതേ ട്രംപ് തന്നെ ശക്തമായ ആക്രമണങ്ങൾ ഇറാനിൽ നടത്താൻ വേണ്ടിയിട്ട് ഉത്തരവിടുകയാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു വലിയ വൈരുദ്ധ്യം അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ ട്രംപ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ്റെ ചില ഉന്നതർ തന്നെ ഫോണിൽ വിളിച്ചിരുന്നു. അത് ആരാണ് എന്താണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ ചില ഉന്നതർ തന്നെ ഫോണിൽ വിളിച്ചിരുന്നു. ആ ആളുകളുമായി താൻ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് അവരുടെ കാല് പിടിക്കുകയാണ്, ദയവ് ചെയ്ത് ഇനി ആക്രമണങ്ങൾ നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കാല് പിടിക്കുകയാണ്. അതുകൊണ്ട് താൻ ഇനി ഇറാനിലേക്ക് ഇപ്പോൾ ആക്രമണങ്ങൾ നടത്തുന്നില്ല, ആക്രമണം നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് ട്രംപ് പറയുന്നത്.
ശരിക്കും യാഥാർത്ഥ്യം എന്താണ്? അങ്ങനെ ആരും തന്നെ വിളിച്ചിട്ടില്ല എന്ന് ഇറാൻ പറയുന്നു. എന്ന് മാത്രമല്ല, ശക്തമായ ആക്രമണങ്ങൾ നടത്തുമെന്നും ഇറാൻ പറയുന്നു. അതിന് പിന്നാലെ ആ ആക്രമണങ്ങൾ നടത്തി കാണിക്കുന്നു. ഇപ്പോൾ അമേരിക്കയുടെ 18ലധികം കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ, കുവൈറ്റിലെ ബഹറിലെയും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ നടന്നിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഈ ആക്രമണങ്ങൾ അമേരിക്കയെ ബാധിക്കുന്നു എന്നതിൻ്റെ തെളിവായി ബഹ്റൈനിലെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം അടച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് US സെൻട്രൽ കമാൻഡ്, നാവികസേനയുടെ അല്ലെങ്കിൽ ഈ പശ്ചിമേഷ്യൻ തീരങ്ങളിലുള്ള പടക്കപ്പലുകളെ അടക്കം നിയന്ത്രിക്കുന്ന, സൈനിക നീക്കങ്ങളെ അടക്കം നിയന്ത്രിക്കുന്ന US സെൻട്രൽ കമാൻഡിൻ്റെ ബേസ് അത് അടച്ചിരിക്കുകയാണ് ഭയം കൊണ്ട്. അപ്പോൾ അതൊക്കെ അടച്ചുപൂട്ടിയത് മറ്റ് രാജ്യങ്ങളുടെ സമ്മർദ്ദ ഫലമായാണ്, അല്ലെങ്കിൽ ഇറാൻ ഭയന്ന് തന്നെ വിളിച്ചതുകൊണ്ട് താൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ പിന്മാറ്റം എന്നൊക്കെ പറയാൻ പെടാപ്പാട് പെടുകയാണ് ട്രംപ്. അതായത് ട്രംപിനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഇറാൻ ഭയന്നത് കൊണ്ട് ഞങ്ങൾ പിന്തിരിയുകയാണ്, അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തങ്ങൾ പിന്തിരിയുകയാണെന്നൊരു നെറേറ്റീവ് ഉണ്ടാക്കണം. അതിനു വേണ്ടിയാണ് ട്രംപ് കിടന്ന് പെടാപ്പാട് പെടുന്നത്. പക്ഷെ അത് നടക്കാനുള്ള ഒരു സാധ്യതയുമില്ല, അല്ലെങ്കിൽ അത് അനുവദിക്കില്ല. ഇറാൻ അത് അനുവദിക്കാതെ ശക്തമായി ട്രംപിനെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. പശ്ചിമേഷ്യയിൽ സ്ഥിതി അതീവ ഗുരുതരമാവുകയാണ്. ഇനിയും ഗുരുതരമായ ഘട്ടങ്ങളിലേക്ക് യുദ്ധം കടക്കുമ്പോൾ അത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു ദുരന്തമായി പല മേഖലകളിലും വലിയ തകർച്ച ഉണ്ടാകുന്നു. സാമ്പത്തിക മാന്ദ്യം ഉൾപ്പെടെ വരാൻ പോകുന്ന ദുസ്സൂചനകൾ പ്രകടമാണ്. അതിനൊക്കെ ഉത്തരവാദിയായി ട്രംപ് മാറുന്നു. ട്രംപിനെതിരെ റഷ്യയും ചൈനയും ഒക്കെ രംഗത്തിറങ്ങുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ അതുകൊണ്ടൊന്നും ട്രംപ് തൻ്റെ നിലപാടുകളെന്നല്ല, തൻ്റെ ഇത്തരം തോന്നിവാസങ്ങൾ നിർത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.